എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവകിയമ്മയുടെ അരിയിലേക്ക് ജയനും മിനിയും എത്തുകയാണ്. പിന്നീട് ദേവകിയമ്മ വെച്ച് എന്താ നിങ്ങളിവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് പറഞ്ഞു ആതിരമോളെ കാണാനില്ല, ഇവിടെ ബാലികാദേവി ഉണ്ടെന്ന് പറഞ്ഞു. ബാലികാദേവിയുടെ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയാൻ വന്നതെന്ന് പറയാണ്. ഈ സമയം മുത്തശ്ശി ചോദിച്ചു, ആതിരമോൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. പെട്ടെന്ന് ജയൻ പറഞ്ഞു, ഞങ്ങൾ ട്രിപ്പ് പോയില്ലായിരുന്നോ, അങ്ങനെ ട്രിപ്പ് പോകുന്ന വഴിക്ക് വണ്ടി വന്ന് ആക്സിഡന്റ് ആയി. ആ സമയത്ത് ആതിരമോളെ കണ്ടില്ല, അവിടെ എല്ലാം അന്വേഷിച്ചു, പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശോട് എന്റെ ഭഗവാനെ ഇനി ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ മിനി പറഞ്ഞു, എനിക്കറിയാതെ ആരുടെ കളിയാന്ന്, മിക്കവാറും ആ ഗിരിദേവന്റെ കളിയായിരിക്കും. ഗിരിദേവന്റെ കളിയോ? നീ ഇതെന്തൊക്കെയാ മിനി പറയണെന്ന് ചോദിക്കാം. അതെ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗിരിദേവനും മാവയും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോള് പറഞ്ഞു അവരെ വണ്ടിയെ കയറ്റാൻ പറഞ്ഞു, പക്ഷെ ആതിരമോള് സമ്മതിച്ചില്ല. പക്ഷെ അതിന്റെ പേരില് വഴക്കൊക്കെ ഉണ്ടായി. പിന്നീട് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ്, ഉണ്ണിമോള് തിരികെ അങ്ങോട്ട് പോരുക ചെയ്തേ. പക്ഷെ ഇത്ര ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇത് അവര് മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ള കളിയാ. ആതിരനെ എങ്ങോട്ടോ മാറ്റിയിരിക്കുവാന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാ. കണ്ട കാര്യമല്ല, പിന്നെന്തിനാ എങ്ങനെ പറയണേന്ന് ചോദിക്കുക. ജയമ ശരിയാ, ഇനി തെളിവൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുക. പെട്ടെന്ന് മിനി പറഞ്ഞു, ഇതിനു മുമ്പ് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒന്ന് ഓർത്ത് നോക്കിയേ. അനുപമയാക്കിയിട്ട് ഒരു പണി കൊടുത്തിട്ടില്ലേ, ഈ പറയുന്ന ഉണ്ണിമോളും ഗിരിദേവനെല്ലാം കൂടിയിട്ട് അഖിൽമോനെ ഒളിപ്പിച്ചു വെച്ചില്ലേ, എന്നിട്ട് എന്താ പറഞ്ഞേ, ആറ്റിക്കൂടെ ഒഴുകിപ്പോയെന്ന്. അതൊക്കെ അമ്മയ്ക്കൂടെ അറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടാണോ അമ്മ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയാ, അതുകൊണ്ടാ പറഞ്ഞേ ഇത് അവരുടെ കളിയാന്നുള്ള കാര്യം. ഗിരിദേവന് എനിക്കറിയാം, ഗിരിദേവനാണ് ഇതിന്റെ പിന്നില്. അവൻ എന്തൊക്കെയോ മാജിക്കും മന്ത്രങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ട് എന്റെ ആതിരമോളെ അവൻ പിടിച്ചു വെച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ആതിരമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറയാം. ഈ സമയം ദേവിക പറഞ്ഞു, നിനക്ക് തോന്നുന്ന ഒരിക്കലും അങ്ങനെയല്ല, അവരങ്ങനെയുള്ള കുട്ടികളല്ലെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ എന്തിനാ അവരങ്ങനെ ചെയ്യുന്നേ, അവരങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയണം. ഈ സമയം ജയൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, എന്റെ ആതിരമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗിരിദേവൻ കാരണമാണെങ്കിലും ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. ഈ പറയുന്ന ഗിരിദേവനെ ഭാവയും അതുപോലെ തന്നെ ഉണ്ണിമോൾ എന്റെ അനിയന്റെ മോളാന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഞാൻ അങ്ങോട്ട് മറക്കും. ഭൂമിക്ക് മീതെ മൂന്നിനെയും വെച്ചേക്കത്തില്ല, മൂന്നിനെ ഞാൻ തീർത്ത് കളയെന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയം മിനി പറഞ്ഞു, ഞങ്ങൾ ബാലികാദേവിനെ കണ്ടി ഞങ്ങൾ സങ്കടം പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. ഈ സമയം ബാലികാദേവി ഉണ്ണിമാളാന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. അങ്ങനെ അവര് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് മിനി ആ കാഴ്ച കാണുന്നത്. കാരണം ദേവി ഇരിക്കുന്ന സ്ഥാനത്ത് ഉണ്ണിമോൾ അവിടെ ഇരിക്കുന്നു, ആ പീഠത്തെ ഇരിക്കുന്നു. പെട്ടെന്ന് ജയേട്ട അങ്ങോട്ട് നോക്കാൻ പറയാണ്. അത് ഉണ്ണിമോളല്ലേന്ന് ചോദിക്കും. അതേലോ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയം ദേവികമ്മ അങ്ങോട്ട് വന്നു. എന്താ എന്താ നിങ്ങൾ നോക്കുന്നേ, നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം ശരി തന്നെയാ, അത് ഉണ്ണിമോള് തന്നെ ഇരിക്കുന്നേ. ഉണ്ണിമോൾ ഇപ്പൊ പഴയ ഉണ്ണിമോളല്ല, ബാലികാദേവിയാന്ന് പറയാ. നിങ്ങൾ ആ ട്രിപ്പ് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഉണ്ണിമോളെ തിരിച്ചു പറഞ്ഞയച്ചില്ലേ, ആ സമയം ഉണ്ണിമോൾക്ക് ബാലികാദേവി ആയിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിമോൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ ആ സമയത്ത് ആതിരമോളെ കാണാതെ പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് ചെയ്യാനും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ നടന്നേ. ഈ സമയം മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ബാലികാദേവിയുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ സങ്കടങ്ങൾ പറഞ്ഞ ദേവി അതിന് ഉത്തരം പറയും. ഉറപ്പായിട്ടും ആതിരമോളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാം. പെട്ടെന്ന് മിനി പറഞ്ഞു, അവളുടെ മുമ്പിൽ പോയി തൊഴുതു നിന്ന് പ്രാർത്ഥിക്കാനായിട്ടാ. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്നോർത്തെ ഞങ്ങൾക്ക് അത്ര വലിയ ഭ്രാന്തൊന്നും ഇല്ലാന്ന് പറയാ. ജയനും പറഞ്ഞു, ശരിയാ, ഉണ്ണിമോളുടെ മുന്നേ ഇനി കൈകൂപ്പി ഞങ്ങൾ പ്രാർത്ഥിക്കണായിരിക്കും. ഇങ്ങോട്ട് വന്ന സമയത്ത് അനസൂയ പറഞ്ഞു, ഗിരിദേവനോട് പോയി കാര്യങ്ങളൊക്കെ പറ, ഗിരിദേവൻ രക്ഷിക്കും, ആതിര എവിടെയുണ്ടെന്ന് ഗിരിദേവൻ കണ്ടെത്തുമെന്ന്. പക്ഷെ ഹോസ്പിറ്റലിലെ നേഴ്സ് പറഞ്ഞെന്താ, ബാലികാദേവി അടുത്ത് എന്നാ മതി, ബാലികാദേവി പ്രാർത്ഥന കേൾക്കുമെന്ന്. ഇപ്പം മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. ബാലികാദേവിയാണ് പോലും അവളുടെ മുന്നിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കണം അല്ലേ. അങ്ങനെ എന്റെ ആതിരമോളെ എനിക്ക് വേണ്ട, വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയാ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പുച്ഛിച്ച് തള്ളല്ലേ, ബാലികാദേവി രണ്ടുപേരെ ഇവിടെ രക്ഷിച്ച് അറിയാവോ. അനുവിന്റെ ജീവൻ രക്ഷിച്ചു, അത് മാത്രമല്ല 2 മാസം മുമ്പ് കളഞ്ഞുപോയ മാല അത് ബാലികാദേവിയാണ് കണ്ടെത്തി കൊടുത്തതെന്ന് പറയാം. ഇനി എന്തൊക്കെ അമ്മ പറഞ്ഞാലും ശരി, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ബാ മിനി നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ അവ തിരിഞ്ഞു നടന്നപ്പോഴത്തേനും പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അവിടെ നിൽക്കുക, ഞാൻ പറയുന്നൊന്ന് കേട്ട് പോകാൻ പറയണം. മിനി തിരിഞ്ഞു നിന്നിട്ട് എന്താ അമ്മയ്ക്ക് വേണ്ടത്, അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ. എന്റെ ആതിരമോളെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മയുടെ കൊച്ചുമോള് ബാലികാദേവിയായിട്ടിരിക്കുന്നു. ഇതായിരുന്നല്ലോ അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ സന്തോഷം ഇത് തന്നെയായിരുന്നല്ലോ. ചെറുതിലെ മുതൽ അമ്മയ്ക്ക് ആ ഒരു വേർതിരിവുണ്ടായിരുന്നു, ഉണ്ണിമോളോട് ഒരു ഇഷ്ടം കൂടാനുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി, അമ്മ ഉണ്ണിമോളെ സ്നേഹിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല, സ്നേഹിച്ചോ.
ഇഷ്ടം പോലെ സ്നേഹിച്ചു. പക്ഷെ അതിന്റെ പേരില് എന്റെ ആതിരമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, ഈ പറയുന്ന ഉണ്ണിമോളൊന്നും വെറുതെ പോകത്തില്ല. ബാലികാദേവിയാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ കയറി ഇരുന്നാലും ഞാൻ അവളെ ശരിയാക്കൂന്ന് പറയാം. ഈ സമയം ദേവയ്യം പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്. അതിപ്പോ ബാലികാദേവിയാണ്, ഉണ്ണിമോളല്ലെന്ന് പറയണം. ഉണ്ണിമോള് ഒന്നും മിണ്ടരുത്. അമ്മയ്ക്ക് എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാ. അന്നും ഇന്നും അതെ, ഉണ്ണിമോളാണ് സ്നേഹം കൂടുതൽ. അങ്ങനെയൊന്നും ഇല്ല മിനി, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് മക്കളും കൊച്ചുമക്കളും എല്ലാം ഒരേപോലെയാന്ന് പറയാം. പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. എന്റെ ആദ്യമോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പറഞ്ഞിട്ട് വാ ജയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് അവിടെ നേരെ അന്നപൂർണേശ്വരി ദേവിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. എന്റെ ദേവി, എന്റെ മോളെ കിട്ടണം എത്രയും പെട്ടെന്ന്. എന്റെ ആതിരമോള് തിരികെ വരണം, അവൾക്കൊരു പോറൽ പോലും ഏക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഗിരിദേവൻ അങ്ങോട്ട് വന്നു. ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു, വല്യമ്മേ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. അവിടെ വിഗ്രഹം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ദേവി അവിടെ ഇല്ല. ദേവി അപ്പുറം ഇരിക്കുന്നേ. അതെ, ആ ബാലികാദേവിയുടെ അടുത്താ ദേവി ഉള്ളത്, ഇവിടെ ദേവി ഇല്ലെന്ന് പറയാം. ഇത് കേട്ടത് മിനിയും ചേനൊന്ന് പരസ്പരം നോക്കി. നീയാണോടെ തീരുമാനിക്കണമെന്ന് ചോദിക്കും. അതെ, ഞാൻ പറഞ്ഞതേ പൗർണമി കഴിയുന്നോടം വരെ ഇനിയിപ്പോ ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകത്തില്ല. അവിടെ ബാലികാദേവിയുടെ അടുത്തായിരിക്കും. ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം ബാലികാദേവിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. ഇത് കേട്ടൻ ജയം പെട്ടെന്ന് കൂടെ വന്നിട്ട് ചോദിച്ചു, എടാ, എന്റെ മോളെവിടെ, ആതിര എവിടെ, എന്തിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് കിഴുതാൻ പറഞ്ഞ, ആതിരയെ ഞാൻ കണ്ടല്ലോ എന്ന് പറയണേ. വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാം. നീ അവളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നീയും ഉണ്ണിമോളും ആ വാവയും കൂടെ കൂട്ടി, നിങ്ങൾ മൂന്ന് കുട്ടിച്ചാത്തന്മാർ കൂടിയിട്ട് എന്റെ മോളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെയാണെങ്കിലും എന്റെ മോളെ കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നിനക്ക് അറിയത്തില്ല പോലും, എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരും. ഞാൻ കേട്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ വെറുതെ വെച്ചേക്കുള്ളെന്ന് പറഞ്ഞിട്ട് ഗിരിദേവനെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ പൊക്കുവാണ്. പെട്ടെന്നാണ് ആ കയ്യിലേക്ക് ഒരു പിടുത്തം വീണേ. നോക്കിയപ്പോ ലംബു ആ കൈ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് താത്തി വെക്കാണ്. മേലാല് ഇനി ഗിരിദേവന് നേരെ കൈ പൊക്കല്. അത് മാത്രമല്ല, ഇത് ക്ഷേത്ര സന്നിധിയാണ്. ഇതിനകത്ത് വെച്ച ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കാനും പാടില്ല. ഒച്ച ഉയരുന്നത് ദേവി മന്ത്രങ്ങള്, ദേവിസ്തുതികൾ ചൊല്ലാൻ മാത്രമായിരിക്കണം. കൈ പൊങ്ങുന്ന പ്രസാദം വാങ്ങിക്കാനും അതുപോലെ തന്നെ കൈ കൂപ്പി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ കൈ പൊക്കരുത്. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഇനി ആ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷേങ്കില് മേലാൽ ഇനി ഇപ്പൊ ആ കൈ വീണ്ടും ഒന്നുകൂടെ പൊങ്ങത്തില്ല. കൈ തളർത്തിക്കളയെന്ന് പറയാണ്. ഇത് കേട്ട ഒന്നും ഞെട്ടി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ചെയ്യാൻ ചോദിച്ചു, നീ ഏതാടന്ന് ചോദിക്കുകയാണ്. അതെ, 3 പേരുടെ കാര്യം പറഞ്ഞല്ലോ, 3 കുട്ടിച്ചാത്തന്മാരുടെ കാര്യം. ഞാൻ 4-മന, എന്റെ പേര് ലംബു എന്ന് പറയാം. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ വെക്കാതിരിക്കേണ്ട. കാരണം ഇനി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ട്, ആ കൈ ഒന്നുകൂടെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു പറയാം. ഈ സമയത്ത് ജയൻ ഗിരിദേവനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായടാ, നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുള്ള പരിപാടിയായിരുന്നില്ലേ എന്റെ മോളെയും തകർക്കാനായിട്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. നിന്റെ അഭ്യാസമൊക്കെ അവിടെ മതി, എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഈ സമയത്ത് വീണ്ടും ഗിരിദേവൻ പറഞ്ഞു, അതെ, ആതിര ചേച്ചിനെ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ബാലികാദേവിയുടെ അടുത്തേന്ന് സങ്കടം പറ, അല്ലാതെ ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട മിനി പറഞ്ഞു, ബാ ചേട്ടാ, ഇവനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് നമ്മുടെ പണി നോക്കിപ്പോം വാ എന്ന് പറഞ്ഞിട്ട് ജയന്റെ കൈയും പിടിച്ചങ്ങോട്ട് പോവാണ്. ഈ സമയം ഗിരിദേവനും ഭാവിയും അവരൊക്കെ പരസ്പരം നോക്കുവാണ്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കഴകപ്പുരയെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഗിരിദേവനും ഭാവിയും ലംബും കൂടെ അങ്ങോട്ട് ഇരുന്നത്. എന്താ മുത്തശ്ശി എന്താ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുക. അതെ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആതിര മോളെ കാണാനില്ല. അവൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ കൊച്ചുമക്കളെല്ലാം എനിക്ക് ഒരേപോലെയല്ലേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പാവം, അവൾക്കൊരു ആപത്തും കൂടാതെ എനിക്ക് തിരികെ വേണം ഗിരിദേവ. ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ. ഞാനേ വീട്ടിൽ പോകണം. എനിക്ക് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് തൊഴുകയോടെ പ്രാർത്ഥിക്കണം. ഇനി എന്റെ ആതിരമോളെ കിട്ടുന്നോടം വരെ ഞാൻ ഉപവാസമായിരിക്കും. ജലപാനം പോലും ഇല്ലാതെ എന്റെ ആതിരമോൾക്ക് വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അതാ വേണ്ടത്. ഞാൻ അതിനുവേണ്ടി പോവാ. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അത് വേണോ മുത്തശ്ശി? വേണമെന്ന് പറയാണ്. വേണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നേരെ പോകുന്നേ ബാലികാദേവിയുടെ അരിയിലേക്കാണ്, ഉണ്ണിമോളുടെ അരിയിലേക്കാണ്. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ പോകുക. എനിക്ക് എന്റെ ആതിരമോളെ തിരികെ വേണം. ആതിരമോൾക്ക് വലിയ ആപത്തുകളൊക്കെ സംഭവിച്ചെന്നാ പറഞ്ഞേ. അവൾക്കൊരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് തിരികെ തരണം ബാലികാദേവി. എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. എന്റെ ജീവൻ വേണം എടുത്തു, പക്ഷെങ്കിൽ എന്റെ മോളുടെ ജീവൻ എനിക്ക് തിരികെ വേണം. ഈ വൃത്തയുടെ ആഗ്രഹമാണത്. സാധിച്ചാണ് ദേവി. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് പോവാ. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ജലപാനം പോലും ഇല്ലാതെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ കുഞ്ഞിനെ കണ്ടു കിട്ടുന്നോടം വരെ എനിക്ക് ജലപാനം പോലും ഉണ്ടായിരിക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ ദേവി. അതുകൊണ്ട് നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ്
അങ്ങോട്ട് പോവാണ്. ഇതെല്ലാം കേട്ടോണ്ട് ഉണ്ണിമോളുണ്ട്. പക്ഷെ ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല. അങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ണിമോള് ബോധം ഉണ്ടായതുപോലെ ചാടി എഴുന്നേക്കുവാണ്. തിരുമേനി ചോദിച്ചാൽ എന്താ? മുത്തശ്ശിന്ന് വിളിച്ച് പുറകെ ചെല്ലുവാണ്. അല്ല, മുത്തശ്ശി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഞാനതെല്ലാം കേട്ടു. പക്ഷെ എനിക്ക് വെറുതെക്കാര് പറയുന്ന പോലെയാ തോന്നിയത്, അല്ലാതെ മുത്തശ്ശി പറയുന്നതായിട്ട് തോന്നിയില്ലെന്ന് പറയാം. ഇത് കേട്ടാൻ തിരുമേനി പറഞ്ഞു, അതങ്ങനെയാ ഉണ്ണിമോളെ. കാരണം മുത്തശ്ശിയുടെ അല്ല ദേവിയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് അങ്ങനെ തോന്നിയത്. കാരണം ആര് വന്ന് മുത്തശ്ശിയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആര് വന്ന് പറഞ്ഞാലും എല്ലാം ദേവിയുടെ മുന്നിൽ ഒരേപോലെ തന്നെയാണ് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഉണ്ണിമോൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.